തൊഴിലാകട്ടെ, വിദ്യാഭ്യാസം ഏതുമാകട്ടെ, നിങ്ങൾക്കും കമ്പ്യൂട്ടർ പഠിക്കാം. CSE അക്കാദമി കേന്ദ്ര സംസ്ഥാന സർക്കാർ സേവനങ്ങൾ പൊതുജനങ്ങൾക്ക് എത്തിക്കുന്നതിനായി കേന്ദ്ര ഗവൺമെന്റ് നടപ്പിലാക്കിയ ഡിജിറ്റൽ ഇന്ത്യ പദ്ധതിയാണ് CSE കോമൺ സർവീസ് സെന്റർ. പഠനശേഷം ജോലി ഉറപ്പ്. നിലവിൽ CSE, അക്ഷയ, മറ്റ് ജനസേവന കേന്ദ്രങ്ങൾ തുടങ്ങിയ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർക്കും സ്വന്തമായി ബിസിനസ് സ്ഥാപനം തുടങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്കും പ്രത്യേക പരിശീലനം. പഠനശേഷം ജോലി ഉറപ്പ്. ഞങ്ങളുടെ സവിശേഷതകളും ഞങ്ങളുടെ കോഴ്സുകളും. 1 മാസം, 3 മാസം, 6 മാസം എന്നീ രീതികളിലാണ് ഞങ്ങളുടെ കോഴ്സുകൾ. നിങ്ങളൊരു ജോലിയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഞങ്ങളുടെ കൂടെ. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ. സുപ്രീം CSE അക്കാദമി, 3rd floor, സൗഹൃദ ആർക്കേഡ്, വടക്കാഞ്ചേരി. ഫോൺ 8590803536 9400478768. വടക്കാഞ്ചേരി നഗരസഭയിലെ കുമ്പളങ്ങാട് ഡംപ് സൈറ്റ് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ സന്ദർശിച്ചു. ഡംപ് സൈറ്റ് ബയോമൈനിംഗ് പ്രവൃത്തിയുടെ പുരോഗതി വിലയിരുത്തി. ബയോമൈനിംഗ് പ്രവൃത്തിക്ക് നല്ല പുരോഗതിയുണ്ടെന്നും ഏപ്രിൽ മാസത്തോടുകൂടി ഡംപ് സൈറ്റിലെ സർവ്വമാലിന്യങ്ങളും KSWMP നീക്കം ചെയ്യുമെന്നും സൈറ്റ് വിസിറ്റിന് ശേഷം ജില്ലാ കളക്ടർ അറിയിച്ചു. 1 ഏക്കറിന് മീതെ വിസ്തീർണമുള്ള കുമ്പളങ്ങാട് ഡംപ് സൈറ്റിൽ 11,000 ടൺ മാലിന്യമുണ്ടെന്നാണ് കണക്കാക്കിയിട്ടുള്ളത്. ഇതിൽ 7,000 ടണ്ണോളം മാലിന്യങ്ങൾ ബയോമൈനിംഗ് പ്രവൃത്തിയിലൂടെ ഇതുവരെ ശാസ്ത്രീയമായി വേർതിരിച്ചു. ഈ മാലിന്യത്തിൽ നിന്ന് ലഭിച്ച 100 ടണ്ണോളം RDF മാലിന്യങ്ങൾ ഇതിനോടകം ട്രിച്ചിയിൽ സ്ഥിതി ചെയ്യുന്ന ഡാൽമിയ സിമന്റ് ഫാക്ടറിയിലേക്ക് കയറ്റി അയച്ചു. ബയോമൈനിംഗ് പ്രക്രിയയിലൂടെ ലഭിക്കുന്ന മണ്ണ് ആവശ്യമായ സാങ്കേതിക ടെസ്റ്റുകൾ നടത്തി സ്വീകാര്യമെങ്കിൽ സൈറ്റിൽ തന്നെ നിക്ഷേപിക്കും. ശേഷിക്കുന്ന പ്ലാസ്റ്റിക്കുകളും മറ്റ് മാലിന്യങ്ങളും ഡംപ് സൈറ്റിൽ നിന്ന് കയറ്റി അയക്കും. കഴിഞ്ഞ വർഷം ഡിസംബർ 5-നാണ് ഇതിന്റെ പ്രവൃത്തി കുമ്പളങ്ങാട് ആരംഭിച്ചത്. കേരള ഖരമാലിന്യ പരിപാലന പദ്ധതിയുടെ ഭാഗമായി നടപ്പിലാക്കുന്ന ബയോമൈനിംഗ് പ്രവൃത്തി ഏപ്രിൽ മാസം അവസാനത്തോടുകൂടി പൂർത്തീകരിക്കാനാവും. സന്ദർശനത്തിൽ ജില്ലാ കളക്ടറോടൊപ്പം നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ, നഗരസഭാ സെക്രട്ടറി മനോജ്, KSWMP ഡെപ്യൂട്ടി ജില്ലാ കോർഡിനേറ്റർ അരുൺ, നഗരസഭയിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങൾ, കൗൺസിലർമാർ, KSWMP ജില്ലാതല ഉദ്യോഗസ്ഥർ, നഗരസഭാ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. നമ്മുടെ വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റിയിലെ ഡംപ് സൈറ്റായിരുന്നു. അറിയാലോ, കഴിഞ്ഞ ഒരു 30 വർഷത്തോളം വേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ബയോ റെമിഡിയേഷൻ്റെ പ്രോസസ്സാണ് ഇപ്പോൾ നടക്കുന്നത്. KSWMP എന്ന പ്രൊജക്റ്റ് പ്രകാരമാണ് മുനിസിപ്പാലിറ്റിയായിട്ട് ചേർന്നിട്ട് ഈ പ്രൊജക്റ്റ് നടക്കുന്നത്. ഇപ്പോൾ ഏകദേശം 11,000 മെട്രിക് ടൺ വേസ്റ്റ് ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഏകദേശം 60% നമ്മൾ പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞു. കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഏപ്രിൽ ആകുമ്പോൾ ഫുൾ ഈ പ്രൊജക്റ്റ് കംപ്ലീറ്റ് ആവും. അപ്പോൾ അതിൻ്റെ ഒരു അവലോകനം ചെയ്യാനാണ് എത്തിയിട്ടുള്ളത്. നല്ലൊരു പ്രോഗ്രസ് ഉണ്ട്, നല്ലോണം തന്നെ വർക്ക് നടക്കുന്നുണ്ട്. ചീഫ് സെക്രട്ടറി വരുന്നുണ്ടോ? അതെ, 22 മാഡം വരുന്നുണ്ട്. അല്ല, നല്ല പ്രോഗ്രസ് ഉണ്ട് വർക്കിൽ. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഡിസംബറിലാണ് വർക്ക് സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോൾ തന്നെ 60% വർക്ക് കംപ്ലീറ്റ് ആയി. അപ്പോൾ അതിൽ ഏകദേശം 100 മെട്രിക് ടണ്ണോളം നമുക്ക് RDF പ്ലാന്റ്സിലോട്ട് ഇപ്പോൾ സിമെൻറ്റ് മാനുഫാക്ചറിങ്ങായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് അങ്ങോട്ട് മാറ്റാൻ സാധിച്ചു. ബാക്കി മണ്ണായിട്ട് തന്നെയാണ് ഇവിടെ ഡിസ്പോസ് ചെയ്യുന്നത്. ഏപ്രിൽ ആകുമ്പോഴത്തേക്ക് ഈ ഏരിയ ഫുള്ളായിട്ട് ക്ലിയർ ചെയ്യും. ഈ വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റി ഒരു വടക്കാഞ്ചേരി മോഡൽ എന്ന് പറയാൻ പറ്റുമോ കേരളത്തിൽ? നല്ലൊരു പ്രവർത്തനമാണ് ഇവിടെ നടക്കുന്നത്. ഇപ്പോൾ വേസ്റ്റ് മാനേജ്മെൻ്റ് ആയാലും മറ്റ് പ്രവർത്തനമായിട്ട് ബന്ധപ്പെട്ട് നല്ല പെർഫോമൻസാണ് മുനിസിപ്പാലിറ്റീൻ്റെ ഭാഗമായിട്ട് നടക്കുന്നത്. ഈ മാലിന്യ പ്ലാന്റ് കണ്ടിട്ട് ഇതിനു മുൻപ് ജില്ലയിൽ വേറെ എവിടെയെങ്കിലും ഈ രീതിയിൽ വരുത്തിയിട്ടുണ്ട് തോന്നുന്നു? ഇതുപോലത്തെ വർക്ക് ഇവിടെയാണ് നടക്കുന്നത്. നമുക്ക് 3 സ്ഥലത്താണ് ഇതുള്ളത്. ചാലക്കുടിയിലും കുന്നംകുളത്തും ഇപ്പം നിലവിൽ വടക്കാഞ്ചേരിയിലും. അപ്പോൾ അതിൻ്റെ വർക്കാണ് ഇപ്പം തുടങ്ങിയത്. അപ്പോൾ ഇതിന് ശേഷം ഈ പ്രൊജക്റ്റ് പ്രകാരം ചാലക്കുടിയിലും പിന്നെ കുന്നംകുളത്തും ഇതുപോലത്തെ വർക്ക് നടക്കും. ഇവിടെ ഓൾമോസ്റ്റ് ഇതൊരു സക്സസ് ആണ്. അതെ, നല്ലൊരു സക്സസ് ആണ്. അതെ, സ്റ്റേറ്റ് വൈഡ് പ്രൊജക്റ്റ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാ ജില്ലയിലും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് 3 സ്ഥലങ്ങളിൽ നമ്മൾ കണ്ടുപിടിച്ചത്. ആദ്യത്തെ വർക്കാണിത്. നല്ല ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ Anytime News.